സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BJP പറ്റി തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. സംഘിമിത്രങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സംഘിമിത്രങ്ങളെ പറ്റി പറയാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയൊക്കെ ഇപ്പം നടക്കുന്ന വിഷയങ്ങൾ. അതിൽ മമ്മൂക്കയുടെ വിഷയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും മമ്മൂട്ടിയെയും മകനെയും കുടുംബത്തിനെയും എല്ലാം രാജ്യദ്രോഹികളാണ്, അല്ലെ നമ്മുടെ ഈ സമൂഹത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന കൊള്ളക്കാരാണ്, ആ കൊള്ളക്കാരുടെ കൂട്ടമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ സംഘിമിത്രങ്ങൾ കളിച്ച വൃത്തികെട്ട പരിപാടികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനു വേണ്ടിയിട്ട് ഇവരെ കരുവാക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ മകനെ ഹവാല ഇടപാടുകളിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്നു. മമ്മൂട്ടിയുടെ വാഹനം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകനെടുത്ത വാഹനങ്ങൾ ഭൂട്ടാനിൽ പോയി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരുമാതിരി കരിവാരി തേക്കാനായിട്ട് വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്നു. അങ്ങനെയെല്ലാം വൃത്തികെട്ട ഓരോരോ പരിപാടികളെല്ലാം കാണിച്ചിട്ടും അതൊന്നും വിജയം കാണാതെ മമ്മൂട്ടിയുടെ മകൻ, അത് ദുൽഖർ സൽമാൻ, ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി അവർക്ക് അനുകൂലമായൊരു വിധി, അതായത് BJPക്ക് പ്രതികൂലവും ദുൽഖറിനും മമ്മൂക്കയ്ക്കും അനുകൂലമായൊരു വിധിയും അത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ വിധി വന്നതോടുകൂടി ആ വാഹനം തിരികെ നൽകേണ്ടതായിട്ട് വന്നു. അതായത് പുലി പോലെ പോയവൻ എലി പോലെ തിരികെ പോയി. എലിയല്ല, എലിക്കാഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള സംഘിമിത്രങ്ങളുടെ ചാണകം മെഴുകലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം മമ്മൂട്ടിയുടെ വിഷയങ്ങളും മോഹൻലാലിൻ്റെ വിഷയങ്ങളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മോഹൻലാൽ സംഘികൾക്ക് വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏതോ തന്തയില്ലാത്തവൻ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയുണ്ട്. നിങ്ങളത് കണ്ടതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തതാണ്. അക്ഷയ് ചാലിൽ എന്ന് പറയുന്ന ഏതോ ചാണകത്തിലുണ്ടായവനാണ്. അപ്പോൾ അവൻ്റെ ഒരു കമൻറ്റൊക്കെ ഞാൻ കണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരുടെ, അതായത് ഈ അടിമയായിട്ട് ചാണകം മെഴുകലിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷയ് ചാലിനെ പോലെയുള്ള ഈ സംഘിമിത്രങ്ങൾക്ക് മെഴുകാനായിട്ട് പ്ലാറ്റ്ഫോം, സ്വന്തം വീട്ടിലും മെഴുകാനായിട്ട് പ്ലാറ്റ്ഫോം കൊടുക്കുന്നവന്മാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വേദന നിങ്ങളുടേത് മാത്രമായിട്ട് കണ്ടുകൊണ്ട് വേദന സഹിച്ചങ്ങിരിക്കുക. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മമ്മൂക്കയെ കൊടുക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ അവരോടൊപ്പം കൂട്ടുപിടിച്ച് കളിച്ച കളിയിൽ കൂടി അത് മോഹൻലാലിന് തിരിച്ചൊരു 8ൻ്റെ പണി കിട്ടുകയുണ്ട്. ഞാൻ എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് മമ്മൂക്കയ്ക്കെതിരെ കളിച്ച ഓരോ ആളുകൾക്കും ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ കളിച്ചതാണ്. ആ ഒരു കളിക്ക് പിന്നാലെ ഇപ്പോൾ മോഹൻലാലിന് പണി കിട്ടി. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഈ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ കർഷകരുടെ ഭൂമി മറിച്ചു വിറ്റ് 2006, 2009 ആ ഒരു സമയങ്ങളിലാണ് മറിച്ചു വിറ്റതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് മറിച്ചു വിറ്റ് 500 കോടിയിലധികം രൂപ തട്ടി. അതിന് മുകളിൽ ക്രമക്കേടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സംഘി രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അയാളുടെ കുടുംബം, അയാളുടെ അച്ഛൻ, അതെല്ലാവരും ഈ പറയുന്ന കള്ളത്തരത്തിന് കൂട്ടുനിന്നവരാണെന്നാണ് ഈ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുവരുന്നത് മമ്മൂട്ടിക്കെതിരെ ആരൊക്കെയാണോ കരുക്കൾ നീക്കിയത് അതിൽ ഓരോ ആളുകൾക്കും പിടി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിഷയം അത് വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ വെള്ള പൂശാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖരൻ അത് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. കാരണം അതിലെന്തൊക്കെയോ സത്യങ്ങൾ ഒളിഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ ആരും അറിയാതെ കൃഷിഭൂമി വിറ്റ് അതിൽ നിന്ന് കിട്ടിയ കാശിന് കുടുംബവും നോക്കി അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്ന രാജീവ് ചന്ദ്രശേഖറാണോ? കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്ന മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനുമാണോ ഈ രാജ്യദ്രോഹികൾ? അപ്പോൾ നമ്മളൊന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? അതായത് BJP പറഞ്ഞത് മമ്മൂട്ടി രാജ്യദ്രോഹിയാണെന്നാണ്. അവർ പറയാതെ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത് ഹവാല ഇടപാട് വഴി ഈ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയും മകനുമൊക്കെ ചെയ്തത് രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ കർണാടകയിൽ പോയിട്ട് അവിടുത്തെ ഭൂമി മറിച്ച് വിറ്റ രാജീവ് ചന്ദ്രശേഖരൻ പുണ്യാളനാണോ? ഇനിയൊരു പ്രതിമയും കൂടെ ഉണ്ടാക്കി വെച്ചേക്ക് കേട്ടോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വിഷയം പറയുമ്പോൾ പലരും ചോദിക്കുന്നത് നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? മോഹൻലാലിനൊരു വിഷയം വന്നപ്പോൾ മമ്മൂട്ടി മിണ്ടിയോ? മമ്മൂട്ടിക്കൊരു വിഷയം വന്നപ്പോൾ മോഹൻലാൽ മിണ്ടിയോ? അല്ലെങ്കിൽ അത് മിണ്ടാഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള കേവലം അല്ലെങ്കിൽ സാമാന്യ ബോധമില്ലാത്ത ചാണകം മെഴുകികളാണ് ഈ കമൻ്റ് ഇടുന്നത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ വിഷയത്തിൽ ആനക്കൊമ്പാണ്, അനധികൃതമായിട്ട് വന്യമൃഗങ്ങളുടെ അവരുടെ നഖമോ പല്ലോ എന്തും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അനധികൃതമായിട്ട് 4 ആനക്കൊമ്പാണ് മോഹൻലാലിൻ്റെ വീട്ടിൽ ഇരിക്കുന്നത്. അല്ലാതെ മോഹൻലാലിൻ്റെ വീട്ടിൽ മോഹൻലാലിൻ്റെ വിവാഹ സമയത്ത് അതിലൂടെ പോയ ആന വലിയ ആളാണ് ലാലേട്ടൻ.
ലാലേട്ടൻ 2 കൊമ്പ് കൊടുത്തേക്കടാ എന്ന് പറഞ്ഞിട്ട് ഊരി കൊടുത്തൊന്നുമല്ലല്ലോ. അങ്ങനെ മോഹൻലാലിന് എവിടുന്നോ 4 ആനക്കൊമ്പ് കിട്ടി. ആ ആനക്കൊമ്പ് ആ കേസ് വക്കീൽ കൂടിയായിട്ടുള്ള മമ്മൂട്ടി അതിൽ ഇടപെടാത്തതിൻ്റെ കാരണം അത് വന്യജീവി വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്നൊരു കേസാണ്. അത് മാത്രമല്ല അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ലാത്തതുമാണ്, കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ സൂക്ഷിക്കാൻ പാടില്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അതിനെ മൗനം പാലിച്ചു. മമ്മൂട്ടി ആവശ്യമില്ലാത്ത പെണ്ണ് വിഷയത്തിൽ അല്ലാതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഇടപെടാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് കുറച്ച് വാല്യൂ ഉണ്ട്. അയാൾ സ്റ്റാറ്റസ് വിട്ട ഒരു പരിപാടിയും ചെയ്തില്ല. അയാൾക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. അയാൾ ഒരു പ്യുവർ ജെന്റിൽമാനാണ്. മോഹൻലാലിനെ പോലെയല്ലോ മറ്റുള്ളവരെ പോലെയോ അല്ല. അത് കേൾക്കുമ്പോൾ വേദനിക്കുന്ന ഫാൻസും അതേപോലെ സംഘികൾ കാണും. ഇപ്പോൾ ഫാൻസിനേക്കാൾ കൂടുതൽ സംഘികളായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് മോഹൻലാലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. മോഹൻലാലിനെ ആരാധിക്കുന്ന ഒരാളാണ്. മമ്മൂക്കെ അതേപോലെ തന്നെ എല്ലാ നടന്മാരും അതുപോലെ തന്നെയാണ്. പക്ഷേ കൊള്ളരുതായ്മ എവിടെ കണ്ടാലും ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാവരും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരെല്ലാം അടിമകളാണ്. അപ്പം മമ്മൂട്ടിയുടെ വിഷയം മോഹൻലാലിൻ്റെ വിഷയം എൻ്റയർലി ഡിഫറൻ്റ് ആണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിരിക്കുന്ന പണി, ആ പണിയിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും രാജീവ് ചന്ദ്രശേഖറിന് ഉത്തരമില്ല. ഇതിൽ റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും നല്ല രീതിയിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വേറെ കാര്യമുണ്ട്, ഏഷ്യാനെറ്റ് ഉള്ളിടത്ത് റിപ്പോർട്ടറില്ല, റിപ്പോർട്ടർ ഉള്ളിടത്ത് ഏഷ്യാനെറ്റും ഇല്ല. അപ്പോൾ ഈ ചോദ്യം നമ്മുടെ മാധ്യമമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പിണങ്ങി മിണ്ടൂല പോ എന്നുള്ള രീതി ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയണേ. വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരില്ലേ? വലിയ പ്രതിസന്ധിയില്ലേ? താങ്കൾ എന്തുകൊണ്ടാണ് പറയാത്തത്? വിശദീകരണമോ മറുപടി ഉണ്ടോ? പ്രസിഡന്റ് അല്ലല്ല, റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റു മാധ്യമ പ്രവർത്തകർ അവർക്ക് മറുപടി കൊടുത്തോളാം. നിങ്ങൾ അവിടെ ഇരുന്ന മാധ്യമ പ്രവർത്തനം തന്നെയല്ലേ അഴിമതിയുടെ രേഖകളടക്കം പുറത്തു വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കളോടല്ല, അധ്യക്ഷനോടാണ്. അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണ്. അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം, താങ്കളോട് സംസാരമില്ല. കണ്ടില്ലേ, എല്ലായിടത്തും ആനയേക്കാൾ പവറാണ് ആനപ്പിണ്ടത്തിന്. പോലീസിലായാലും എവിടെയാണെങ്കിലും ആനയേക്കാൾ പവറിൽ നിൽക്കുന്ന ആനപ്പിണ്ടമാണ്. അതേപോലെ ഒരു ആനപ്പിണ്ടം പോലെ ഒരു സാധനമാണ് ആ സൈഡിൽ ഇരുന്നുകൊണ്ട് പ്രസിഡന്റിന് പറയാൻ താല്പര്യമില്ല. റിപ്പോർട്ടർ ചാനൽ ഒഴികെ ആര് ചോദിച്ചാലും ഉത്തരം പറയും. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ചുണക്കുട്ടന്മാർ താങ്കളോട് ചോദിച്ചില്ല, ഞങ്ങൾ അധ്യക്ഷനോടാണ് ചോദിച്ചത്, അധ്യക്ഷൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെറും പട്ടിയാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ബാക്കി കൊണ്ടുപോകാം. പ്രസിഡന്റ് BJP പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ്. ലോകായുക്തയിൽ ഇപ്പോഴും പരാതി, അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത്? റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്നിട്ട് ഭയങ്കര ചിരിയാണ്. അതവിടെ നടക്കട്ടെ, എല്ലാവരും മറന്നുപോയി, ഞാൻ പിന്നെ രക്ഷപ്പെടുമല്ലോ എന്നുള്ളത്. മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം. എന്നാൽ കള്ളത്തരം അതേപോലെ മറയ്ക്കാനും അറിയാം. എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചെങ്കിൽ രക്ഷപ്പെട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിപ്പോർട്ട് ചാനലിലുള്ള അവതാരകരെ പോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയും ഇവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഉത്തരമില്ല. നരേന്ദ്രമോദിജി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് ചർച്ചയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചർച്ചയിൽ വരാതെ എപ്പോഴും ഓൺലൈനിൽ വന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും അത് തന്നെ ആയിരിക്കുമല്ലോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. ഏത് ചാനലും നോക്കും, കൈരളി ചോദിച്ചാലും അതേപോലെ റിപ്പോർട്ടർ ചോദിച്ചാലും ഉത്തരവില്ല. കാരണം നേരിൻ്റെ നെറിയുടെ ഒപ്പം നിൽക്കുന്ന ചാനലുകളായതുകൊണ്ടാണ് ഇവർക്ക് പേടി. ബാക്കി കൊണ്ടുപോകാം. അത് അവർ പറഞ്ഞല്ലോ, ഇതിലൊരു വസ്തുത ഇല്ല. ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ, നമ്മൾ വിഡ്ഢികളാണെന്നല്ലോ. അങ്ങനെ ആരില്ലല്ലോ. ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ച് പറയുന്നു, വാസവൻ രാജിവെക്കണം, വാസവന്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത്? ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത്? അല്ല, അത് അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ സത്യം നുണയാണ്. നിയമസഭയിൽ ഞാൻ ഇത് സത്യമെല്ലാം നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ. എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്, അത് നടക്കില്ല. ഇതുവരെ നടന്നിട്ടില്ല. എന്നിട്ടാണോ ഈ ദല്ലാൽമാര് അല്ല, എന്റെ എതിരെയല്ലോ അവര് കൊടുത്തിരിക്കുന്നത്. അത് ഏതോ കമ്പനി എന്റെ നോക്കൂ. ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്, എനിക്ക് വിഷമമാണ്, നടക്കത്തുമില്ല, ഞാൻ സമ്മതിക്കത്തുമില്ല എന്നാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. എന്തിനാണ് ഇത്ര പേടി, എന്തിനാണ് ഇത്ര അസഹിഷ്ണുത?
എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ വിളിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു മഴയത്ത് കിടന്നിട്ട്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളവനായതുകൊണ്ട് തന്നെ അയ്യപ്പൻ പെട്ടെന്ന് തന്നെ വരം കൊടുത്തു. ചെയ്ത കള്ളത്തരം അങ്ങ് വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇനി ചെയ്തത് കള്ളത്തരമാണോ കള്ളത്തരമല്ലയോ, എന്നിരുന്നാൽ തന്നെ അത് പ്രതികരിക്കാനൊരു കഴിവ് വേണം. അതില്ലാതെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഒരു നേതാവായി വരുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ളവർ മാത്രം ചോദിച്ചാലേ ഉത്തരം പറയുള്ളൂ, മറ്റുള്ളവർ ചോദിച്ചാൽ ഉത്തരം പറയില്ല എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യത്തിന് വളം വെച്ച് കൊടുക്കുന്ന മാധ്യമങ്ങൾ കാണും. പക്ഷെ അതിൽ റിപ്പോർട്ടറിനെ കൈരളിയോ ഒന്നും കൂട്ടരുത്. കൈരളി ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളെ ഞാൻ എന്തോ അങ്ങ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള ആണത്തവും ധൈര്യവും ഒന്നും ഈ പറയുന്ന ചാണകവും മെഴികൾക്കില്ല. അപ്പോൾ ഇത് നമ്മൾ കണ്ടുവരുന്നത് മമ്മൂക്കയ്ക്കെതിരെ ആരൊക്കെ കളിക്കാൻ മുന്നിലേക്ക് നിന്നോ അതിൽ ഓരോ ആളുകൾക്കും എണ്ണി മറുപടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി കൊടുത്തു ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈവം എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുമ്പോൾ അതെന്തായാലും അതിനുള്ള ഒരു മറുപടി വേറെ സൈഡിൽ കൂടെ കിട്ടും. ഒരു സൈഡിൽ കൂടെ അല്ലെങ്കിൽ വേറെ സൈഡിൽ കൂടെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.